Hi, welcome to Flutter course. ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലട്ടറിൽ എങ്ങനെ ഡേറ്റ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഫെച്ച് ചെയ്യാനായിട്ട് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സെർവറിലെ ഡേറ്റ റെസ്പോൺസായി വരുന്ന ഡേറ്റയെ എങ്ങനെ നമുക്ക് ഫെച്ച് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷനുള്ളിൽ ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റും സെക്കൻഡ് പാർട്ടിലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആ കാര്യങ്ങൾ ഒന്നുകൂടെ വിലയിരുത്താം. അതിനുശേഷം നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് സെഷനിൽ പഠിച്ചു എങ്ങനെ HTTP പാക്കേജ് യൂസ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഈ പാക്കേജ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്, അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പാക്കേജാണ് HTTP പാക്കേജ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഫയലിൽ നമ്മൾ ഇൻ്റർനെറ്റ് പെർമിഷൻ ആഡ് ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് പെർമിഷൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തത്. കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു കോർ ഡാറ്റ് ക്ലാസ് ആണ്. ഇത് എസിങ്ക് ഓപ്പറേഷൻസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്ന ക്ലാസ് രണ്ട് കാര്യങ്ങളാണ് റെപ്രസെന്റ് ചെയ്യാവുന്ന: പൊട്ടൻഷ്യൽ വാല്യൂ, രണ്ട് എറർ. അതായത് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ പേര് ഫ്യൂച്ചർ എന്ന് പറയുന്ന ക്ലാസിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫ്യൂച്ചർ അല്ലെ, ഭാവി. അതായത് ഭാവിയിൽ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അതാണ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. കൂടാതെ എറർ, അത് ഒന്നെങ്കിൽ വാല്യൂ ആകാം അല്ലെങ്കിൽ ഒരു എറർ ആയിരിക്കും ഇത് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു റിക്വസ്റ്റ് നമ്മുടെ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു, സെർവർ റെസ്പോണ്ട് ചെയ്യുന്നു. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു വാല്യൂ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു എറർ ആയിരിക്കാം. ഇതിന് രണ്ടിനെ ഹാൻഡിൽ ചെയ്യാൻ ആർക്ക് സാധിക്കും? ഫ്യൂച്ചർ ക്ലാസ്സിന് സാധിക്കും. ഓക്കെ, ഇവിടെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് സെർവറും ഉണ്ട്. ഓക്കെ, എൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. അത് എവിടെ വരുന്നു? എൻ്റെ സെർവറിൽ വരുന്നു. സെർവർ എന്ത് ചെയ്യുന്നു? അതിന് റെസ്പോണ്ട് ചെയ്യുന്നു അല്ലേ. ആ റെസ്പോൺസ് ഇൻ്റർനെറ്റ് വഴി എൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരുന്നു. അതെന്തായിട്ടായിരിക്കും വരിക? ഒരു JSON ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ JSON ഡേറ്റ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനതിനെ മീനിങ്ഫുൾ രീതിയിലാക്കി യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്യുന്നത്. നമ്മുടെ സെർവറിൽ നിങ്ങൾക്ക് ഏത് സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് PHP യൂസ് ചെയ്യണമെങ്കിൽ PHP യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൈതൺ യൂസ് ചെയ്യണമെങ്കിൽ പൈതൺ യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്കവിടെ യൂസ് ചെയ്ത് ഈ ഒരു JSON ഫയൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡേറ്റാബേസിനെ സംബന്ധിച്ചോളം, ഒരു ഡേറ്റാബേസിലാണ് ഈ ഒരു ഓപ്പറേഷൻ വരുന്നതെങ്കിൽ നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്ത ശേഷം ആ ഇൻസേർട്ട് ചെയ്ത ഡേറ്റയെ ഒരു JSON ഔട്ട്പുട്ടാക്കി നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മളിവിടെ ഡേറ്റാബേസിലേക്ക് പോകുന്നില്ല, അറേ യൂസ് ചെയ്തിട്ട് ഒരു JSON ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ആ JSON ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന ഡേറ്റയാണ് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ എൻ്റെ ഹോസ്റ്റിംഗ് സർവീസിൽ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. 000 വെബ് ഹോസ്റ്റിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നേരത്തെ ചെയ്തത്. ഓക്കെ, ഞാൻ 000 വെബ് ഹോസ്റ്റിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഒരു പ്രോജക്റ്റ് ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സീരീസിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണുക. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും, നമ്മുടെ മാനേജ് വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ടൂൾസിൽ വരിക. ഇത് ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ താഴേക്ക് വരിക. അതിൽ ഫയൽ മാനേജറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലോഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും public_html എന്ന് പറയുന്ന ഫോൾഡറുകൾ കാണാൻ സാധിക്കും. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ പ്രീവിയസ് പാർട്ടിൽ ചെയ്ത ഫയലുകളെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇവിടെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് അത് റിമൂവ് ചെയ്തത്. ഇനി ഞാനിവിടെ പുതിയതായിട്ട് ഒരു PHP ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഫയലായിരിക്കും നമുക്ക് വേണ്ടി JSON ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഈ ന്യൂ ഫയൽ എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഫയലിൻ്റെ പേരാണ് ചോദിക്കുന്നത്. നമ്മൾ data.php എന്നാണ് അതിന് നൽകുക. ഓക്കെ, ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ data.php എന്ന് പറയുന്ന ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇങ്ങനെ നമുക്കൊരു എഡിറ്റർ ഇവിടെ ഓപ്പണായി വരും. ഇതിലാണ് നമ്മൾ PHP സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ PHP ഓപ്പൺ ചെയ്യുന്നു. PHP ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. $data ഈക്വൽസ്, ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇതിനുള്ളിൽ എന്ത് നൽകുകയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്? PHPയിലെ അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഇവിടെ നമുക്ക് കീ കാണും, അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവും ഉണ്ടായിരിക്കും. അപ്പോൾ കീ ആയിട്ട് ഞാൻ നൽകുന്നത് യൂസർ ID, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും?
1 2 3 എന്ന് നൽകുന്നു. അതിനുശേഷം ഞാൻ കോമ നൽകുന്നു. അതിനുശേഷം നെയിം, ഇവിടെ ഞാൻ പേര് നൽകുന്നു അശ്വിൻ PB. ഓക്കെ, then age, then email. ഞാനിവിടെ ഒരു ഫേക്ക് ഇമെയിൽ ID നൽകുകയാണ്, name@email.com. ഓക്കെ, ഈ അസോസിയേറ്റീവ് അറേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു നെയിംഡ് കീ കാണും. ഈ കീ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓക്കെ, ഞാനിവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഇവിടെ സ്പേസ് പാടില്ല. ഓക്കെ, അതായത് ഞാൻ ഇവിടെ കാണാൻ സാധിക്കും ഇതെന്താണ് ഇൻറ്റീജർ ടൈപ്പ് വാല്യൂ ആയിരിക്കും, ഇതെന്താണ് സ്ട്രിങ് ടൈപ്പ് വാല്യൂ ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇപ്പോൾ എനിക്ക് ഈ നെയിം ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിനായിട്ട് എന്ത് ചെയ്താലും മതി, ഞാനിവിടെ നൽകുകയാണ് എക്കോ $data of name സെമിക്കോളൻ. അതിനുശേഷം ഇത് സേവ് ചെയ്യാനായിട്ട് സേവ് ആൻഡ് ക്ലോസ് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ URL ഞാൻ നൽകുകയാണ് flutter/data.php. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അശ്വിൻ PB എന്ന ഈ നെയിം പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, ഞാൻ വീണ്ടും data.phpയിലേക്ക് വരുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഈ നെയിംഡ് കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ അറയിലെ വാല്യൂസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇത് കോമൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് JSON ഔട്ട്പുട്ടാണ്, എനിക്ക് സെർവറിൽ നിന്ന് JSON റെസ്പോൺസ് ആണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ JSONലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനായിട്ട് ഹെഡർ നൽകാം, ഹെഡർ content type, അതിനുശേഷം application /JSON, അതിനുശേഷം ഞാൻ ട്രൂ എന്ന ഒരു ബൂളിയൻ വാല്യൂ നൽകുന്നു. എന്താണ്, എക്സിസ്റ്റിംഗ് ഹെഡേഴ്സ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ എക്കോ ചെയ്യുന്നു, എക്കോ JSON encode of $data സെമിക്കോളൻ. അതിനുശേഷം ഇത് നമുക്ക് സേവ് ചെയ്യാം, സേവ് ആൻഡ് ക്ലോസ്. ഓക്കെ, ഇനി നമ്മുടെ ഫയൽ ഒന്ന് വീണ്ടും കോൾ ചെയ്യാം. അതായത് flutter-00webhost-app.com/data.php എന്നുള്ളതാണ് എൻ്റെ URL. നിങ്ങൾ ഏതാണോ ഒരു വെബ് സെർവറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന URL അതാണ് അവിടെ നൽകേണ്ടത്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും യൂസർ ID 123, നെയിം അശ്വിൻ PB ആൻഡ് ഏജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നതായിരിക്കും.